ജനതാദൾ യുണൈറ്റഡിന്റെയും TDPയുടെയും പിന്തുണയോടുകൂടിയാണ് BJP ഭരണത്തിലേറിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴോ ആം ആദ്മിയെ പിളർത്തി, ശിവസേനയെ പിളർത്തി, തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അങ്ങനെ 3-2 ഭൂരിപക്ഷം ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം ഈ പാർട്ടികളെയൊക്കെ പിളർത്തി നിൽക്കുമ്പോഴാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നടക്കുന്ന കാര്യങ്ങളല്ല ഈ ആഴ്ച നടക്കുക. ഓരോ ദിവസവും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം എപ്പോഴും വലിയൊരു ചുഴിയാണ്. അതുകൊണ്ടാണ് ഈ പാർലമെന്റ് സമ്മേളനം ഒരു ദിവസം പോലും നടത്താൻ സാധിക്കാത്ത വിധത്തില് BJP ഒറ്റപ്പെട്ടു പോയത്. മണ്ഡല പുനർനിർണയ അടക്കമുള്ള ഭരണഘടനാ ഭേദഗതികള് ഇത്തവണ കൊണ്ടുവരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പാർലമെന്റിന്റെ ഉള്ളിലേക്ക് കയറാൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ വർഗീയ ശക്തികൾക്ക് ഒറ്റുകാരായി നിൽക്കുന്നവരെയും തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾ പാടാനാണ് ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യപൂർവ്വ കോൺഗ്രസ് പ്രവർത്തക സമിതിയും വന്ദേമാതരത്തെ ആ നിലയിലാണ് അംഗീകരിച്ചിട്ടുള്ളത്. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? നിങ്ങളൊക്കെ ഇന്ന് ടെലിവിഷൻ കണ്ടിട്ടുണ്ടാവും. ACC ആസ്ഥാനത്ത് വന്ദേമാതരം എല്ലാ ചരണങ്ങളും പാടുന്നു. ഇപ്പൊ സോണിയാഗാന്ധി അവിടെ നിന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ AICCയുടെ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി പിന്നീട് വന്ന് പറഞ്ഞു, മുൻ AICC അധ്യക്ഷ കൂടിയായിട്ടുള്ള സോണിയാഗാന്ധി വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതല്ല, അവര് മല്ലികാർജുൻ ഖാർഗെക്ക് കസേര കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതാണ്. കേസ് വരുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. കോൺഗ്രസിന്റെ ഏറ്റവും തലതൊട്ട നേതാവിന് വന്ദേമാതരം പൂർണ്ണമായും പാടുന്നത് കോൺഗ്രസിന്റെ നയമല്ല എന്ന് പറയാനാകുന്നില്ലേ? നാല് സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. കേരളമടക്കം 4 സംസ്ഥാനങ്ങൾ. കേരളത്തിൽ എന്തൊക്കെ കള്ളക്കളിയാണ് നടന്നത്? കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് ഒരു തീട്ടൂർ അയക്കുന്നു. ഉടനെ ചീഫ് സെക്രട്ടറി ആ തീട്ടൂരം അങ്ങനെ തന്നെ പകർത്തി താഴേക്ക് അയക്കുന്നു. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സംവിധാനങ്ങളും ഉണർന്നു. അതെങ്ങനെയാണ് വന്ദേമാതരം മുഴുവൻ ചരണങ്ങളും പാടാൻ തീരുമാനിക്കുക? അപ്പോ പറഞ്ഞു അത് കേന്ദ്രത്തിൽ നിന്ന് വന്ന കത്താണ്, അപ്പാടെ പകർത്തിയതാണ്. അങ്ങനെ അപ്പാടെ പകർത്തലാണ് ചീഫ് സെക്രട്ടറിയുടെ പണി എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറയാണ്. കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ പല കടലാസും വരും. ആ കടലാസൊക്കെ പകർത്താനാണോ ഇവിടെ കേരളത്തിലൊരു സർക്കാരിനെ നമ്മൾ വോട്ട് ചെയ്ത് നിയോഗിച്ചിരിക്കുന്നത്? മാധ്യമപ്രവർത്തകരെ ആവർത്തിച്ചു ചോദിച്ചു. ശരി, അങ്ങനെ ഒരു തീട്ടൂര് ഇറക്കിയിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു കടലാസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സർക്കുലർ ഉണ്ടല്ലോ, ആ സർക്കുലറിന് പകരം വേറൊരു സർക്കുലർ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ ഓഗസ്റ്റ് 15-ാം തീയതി കാണാമെന്നാണ് പറഞ്ഞത്. ഇന്ന് വനം വകുപ്പ് അടക്കമുള്ള പല സർക്കാർ ആഫീസുകളിലും മുഴുവൻ ചരണങ്ങളും പാടിയിരിക്കുന്നു എന്നുള്ളതാണ്. സമൂഹത്തിനോട് നമ്മൾ പല രീതിയിലുള്ള ആശയവിനിമയം നടത്തും. നമുക്ക് ചില കാര്യങ്ങൾ നേരിട്ട് പറയാൻ സാധിക്കും.
ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറയാതെ ചില സന്ദേശങ്ങളിലൂടെയാണ് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുക. യഥാർത്ഥത്തില് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഈ സന്ദേശം, അതായത് വന്ദേ മാതരം മുഴുവൻ പാടണം എന്നുള്ള സന്ദേശം നാട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക്, സർക്കാർ ഓഫീസുകളിലേക്ക്, സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ തരത്തിലുള്ള ചില കള്ളക്കളികളിലൂടെയാണ് ഉള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ പാടാനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പാടാനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. കാരണം എന്താ? നേരത്തെ പറഞ്ഞതുപോലെ 4 സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. 3 കർണാടകത്തിൽ, ഹിമാചലിൽ, തെലങ്കാനയിൽ വന്ദേമാതരത്തിന്റെ മുഴുവൻ ചരണങ്ങളും പാടി. കേരളത്തിൽ പാടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? കേരളത്തിലെ പ്രധാന ശക്തിയായി നിലകൊള്ളുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. ഇപ്പൊ AICC ഓഫീസിൽ പാടുന്നു. കോൺഗ്രസ് ഭരിക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ 3 പാടുന്നു. കേരളത്തിലെ കൃത്യമായ രീതിയിൽ സർക്കുലർ അയക്കാത്തത് കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സർക്കാർ ഓഫീസുകളിൽ പാടുന്നു. എന്നാൽ പ്രധാന കേന്ദ്രമായിട്ടുള്ള ചന്ദ്രശേഖരൻ നായരിലെ പരേഡ് ഗ്രൗണ്ടിൽ പാടാൻ സാധിച്ചിട്ടില്ല, സെക്രട്ടേറിയറ്റിൽ പാടാൻ സാധിച്ചിട്ടില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാരണം കൊണ്ടാണ്. അപ്പൊ നമ്മൾ കാണേണ്ടത് വന്ദേമാതരത്തിനോടൊന്നും വലിയ എതിർപ്പൊന്നും നമുക്കാർക്കുമില്ല. ആദ്യത്തെ 2 ചരണങ്ങൾ ഭരണഘടനാ അസംബ്ലി പാസാക്കിയിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് മതപരമായ ബിംബങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അത് മതേതര ഇന്ത്യക്ക് ചേർന്നതല്ല എന്നുള്ള നിലപാട് കൊണ്ടാണത് മാറ്റിവെക്കുന്നത്. ഇതാണ് പൊതുസമൂഹത്തിന്റെ നിലപാട്, മതേതര ഇന്ത്യയുടെ നിലപാട്. എന്തിന് കോൺഗ്രസിന്റെ നിലപാട്? പക്ഷെ അതിനെ എങ്ങനെയാണ് സംഘപരിവാർ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംഘപരിവാർ നമ്മള് പലപ്പോഴും ടെലിവിഷൻ ചാനലുകളിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നതല്ലേ, അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുമ്പോ അവർ പറയുന്ന 2 കാര്യങ്ങളിൽ ഒന്നിതാണ്. ഒന്നാമത് എന്താണ്? നമ്മൾ ഏതോ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നമ്മളെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നമ്മളെ താടിക്ക് കുത്തിയിട്ട് ജയ് ശ്രീറാം വിളിക്കാൻ പറയുക, നമ്മളെ കൊല്ലുന്നതിന് തൊട്ടു മുമ്പ് വന്ദേമാതരം പാടാൻ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വന്ദേമാതരം എന്ന് പറയുന്ന ഗീതത്തെ എങ്ങനെയാണ് സാധാരണഗതിയിൽ നോക്കുക? അപ്പോൾ വർഗീയമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധമാക്കി ഈ പറയുന്ന വന്ദേമാതരത്തെ BJPയും സംഘപരിവാറും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്.